ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന്. വെൽക്കം ടു ഡോക്ടർ ശ്രീ ലെവൽ ചാനൽ. ഇപ്പോൾ നമുക്ക് ടാരോ റീഡിങ്സ് നോക്കാം. ടോപ്പിക് ഇന്ന് ഡിവൈൻ ടെസ്റ്റ്. നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ഡിവൈൻ ടെസ്റ്റാണ് വരാൻ പോകുന്നത്? കാരണം ഈ ആനുവൽ ആണല്ലോ, ലൈക്ക് എൻഡ് ആവാനായില്ല ഈ കൊല്ലം. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഹീല് ചെയ്ത പാർട്ടിൽ നിന്നുള്ള എക്സാംസ് വരും. നമ്മൾ സ്കൂളിലെ എക്സാംസ് പോലെ തന്നെയാണ് ഡിവൈൻ്റെ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഷാഡോ സെൽഫിൽ ആങ്കർ ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടെസ്റ്റ് തരും. നിങ്ങളതിൽ എത്ര പെർസെൻറ്റേജ് സ്കോർ ചെയ്തു എന്ന് യൂണിവേഴ്സ് നോക്കും. അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ടെസ്റ്റ് പാസ്സാവുന്നത്. അപ്പോൾ ടെസ്റ്റുകൾ ഇനി വരാനുണ്ടോ, എവിടെ നിന്നൊക്കെയാണ് ടെസ്റ്റുകൾ വരുന്നത് എന്ന് നോക്കാം. ഡിവൈൻ ടെസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, 4 of Wands ആണ് ആദ്യം കിട്ടിയ കാർഡ്. 4 of Wands മീൻസ് നല്ലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ റിയൂണിയൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ യൂണിവേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യും, ചലഞ്ചസ് തരും. നിങ്ങൾക്ക് റിയൂണിയൻ ആകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേഷൻ ആകുന്ന കാര്യങ്ങൾ നടത്തും. പക്ഷെ നിങ്ങളതിൽ പതറരുത്. നിങ്ങൾ അപ്പോഴും ഓക്കെ, അതായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഡിവൈൻ്റെ പ്ലാൻ എന്താണോ അതിൽ ഞാൻ 100% ഹാപ്പിയാണ് അല്ലെങ്കിൽ ഓക്കെ ആണ് എന്നുള്ള എനർജിയിലേക്ക് എത്തുമ്പോഴാണ് ഡിവൈൻ നിങ്ങൾക്ക് ആ ഒരു സെലിബ്രേഷൻസ്, നിങ്ങൾ ആഗ്രഹിച്ച സെലിബ്രേഷൻസ് തരും. സോ 4 of Wands ആണ് കാണിക്കുന്നത്. നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് 1111 ഒരുപാട് തവണ കാണുന്നുണ്ടെങ്കിൽ ഇതും 1111 കാണിക്കുന്ന നമ്പർ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടിയാണ് പറയുന്നത്. ന്യൂ ബിഗിനിങ്സ് കൂടെ ഡിവൈൻ ടെസ്റ്റ് വരുന്നുണ്ട്. നിങ്ങളുടെ മാരേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കരിയർ ആണെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ട് ആ ഒരു കരിയറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളത് ഡു നോട്ട് സ്റ്റോപ്പ് എന്നൊരു കാർഡ് പറയുന്ന പോലെ അത് നിങ്ങൾ ലീവ് ചെയ്ത് പോവരുത്. എഗെയിൻ വർക്ക് ചെയ്യുക. ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുമെന്നുള്ള ട്രസ്റ്റോടെ പോവുക. ആ ട്രസ്റ്റിന് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ഹാങ്ഡ് മാൻ ആണ് കാണിക്കുന്നത്. നിറയെ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ നമുക്ക് തല തിരിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. എന്താണ് ലൈഫ് പോകുന്നത് മനസ്സിലാവുന്നില്ല. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എത്രയൊക്കെ നമ്മൾ ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ കിട്ടും. നമ്മൾ വിചാരിക്കും ഹീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, എപ്പോഴും ഹാപ്പി ആയിരിക്കും. അല്ല, ഹീലിങ്ങിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഡിവൈൻ ടെസ്റ്റുകൾ, കാർമിക് ട്രിഗേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യിപ്പിക്കാൻ നോക്കും. നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്ന്. അതുപോലെ തന്നെയാണ് ഈ ഹാങ്ഡ് മാൻ. നിങ്ങളുടെ ക്രൗൺ ചക്ര ബ്ലോക്ക് ചെയ്തിടും. അപ്പോൾ ഡിവൈൻ തരുന്ന എനർജീസ് റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്നുകൂടി നിങ്ങൾ എനർജി വൈബ്രേഷൻസ് ഉയർത്താൻ നോക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഹാങ്ഡ് മാൻ കാണിക്കുന്നത്. നിങ്ങളുടെ ക്രൗൺ ചക്രേനെ ബ്ലോക്ക് ചെയ്ത് ഇടും. അപ്പം നമ്മൾ ക്രൗൺ ചക്ര ബ്ലോക്ക് ചെയ്തിടും. ഓക്കെ, ബ്ലോക്ക് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്ത് ഉയരുക. നന്നായിട്ട് ഓം ചാൻറ്റിങ് ചെയ്യുക. അല്ലെങ്കിൽ AAH അതാണ് അതിൻ്റെ ഒരു ബീച്ച് മന്ത്രം. അല്ലെങ്കിൽ ഓം ആയാലും മതി, തേർഡ് ആയാലും ക്രൗൺ ഓം ചാൻറ്റിങ് ആയാലും ഓക്കെ. നന്നായിട്ട് ഹീലിങ്ങിലേക്ക് പോവുക. കൺഫ്യൂഷൻസ് വരിക. ഇപ്പോൾ ബ്രെയിൻ മീൻസ് നമുക്ക് കോൺഷ്യസ് മൈൻഡിൽ തമ്മിൽ ഇംബാലൻസ് വരിക. സബ് കോൺഷ്യസ് മൈൻഡ് ഉണർത്തുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻസ് നടക്കുക. അതാണ് ട്രിക്ക്. ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡാണ് 90% ഉള്ളത്. കോൺഷ്യസ് മൈൻഡ് 10% ഉള്ളൂ. പക്ഷെ നമ്മൾ ഹ്യൂമൻസ് എന്താ ചെയ്യുക? ഈ 10%-നെയാണ് 90% ആക്കി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ 90% അതിന് 10% പോലും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ പലതും കണ്ടുപിടിച്ച ആൾക്കാർ, ഇൻവെൻറ്റേഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയ ആൾക്കാർ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐസക് ന്യൂട്ടൻ ഇവരൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരുപാട് അത് പറയുന്നതാണ് കേട്ടത്. അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇന്നർ ചൈൽഡൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഹീൽ ചെയ്തത് അവർ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തപ്പോഴാണ്. അങ്ങനെയാണ് അവർക്ക് അത്രയും ഐഡിയാസ് വന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഹാങ്ഡ് മാൻ കേട്ടോ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ബാലൻസ് കൊണ്ടുവരാം. ഇനി അടുത്ത കാർഡ് നമുക്ക് നോക്കാം. 3 of Swords. റിലേഷൻഷിപ്പിനെയാണ് യൂണിവേഴ്സ് ഡിവൈൻ ടെസ്റ്റ് തരുന്നത് കേട്ടോ. പല രീതിയിലുള്ള കാർമിക് ആയിട്ടുള്ള ആൾക്കാർ വരാം. അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ചിലർക്ക് ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതിയിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് കാർമിക്കിൻ്റെ ആൾക്കാരിടും. 3 Swords എന്ന് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ഒരാൾ, തേർഡ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യും. അത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടോ? തേർഡ് പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി അവർ വിട്ടുപോകുന്നുണ്ടോ? ഓക്കെ, അവർ വന്നു, ഇനി എനിക്ക് വേണ്ട, അങ്ങനെ കണ്ടീഷൻ ലവ് ആണോ അതോ നിങ്ങളുടെ അൺകണ്ടീഷൻ ലവ് ആണോ എന്നൊക്കെ യൂണിവേഴ്സ് പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 7 of Cups ആണ്. ഒരുപാട് ഇല്യൂഷൻ ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ, ഇല്യൂഷൻ ആയിട്ടുള്ള മോഹങ്ങൾ നിങ്ങൾക്ക് തരും.
കുറച്ച് ഗ്രീഡിനെസ് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതുപോലത്തെ പല രത്നങ്ങളും സ്വർണ്ണങ്ങളും തരുന്നുണ്ട് ഒരു കയ്യിൽ നിങ്ങൾക്ക് മാജിക് വാൻസ് തരുന്നുണ്ട്. മീൻസ് നിങ്ങൾ അല്ലെങ്കിൽ ഡിവൈൻ എനർജി, ഡിവൈൻ വിസ്റ്റം തരുന്നത്. ഇതിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചിലവർ അത്ര ഹീലാവാത്തവർ നേരെ 7 ഓഫ് കപ്സിലേക്ക് പോകും. ഇത് ടെമ്പററി ആണ്, മോഹം ആണ്, ഇല്യൂഷനാണ്, മായയാണ്. മായാലോകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പേര് ഇല്യൂഷൻ വേൾഡിൽ പോകുന്നവരുണ്ട്. ചിലവർ 1-2 പേര് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. മെയിൽ എനർജിയാണ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ കുറച്ചൊന്നും ഭക്തി മാർഗത്തിലൂടെ പോകുന്നതായിരിക്കും. ഒരുപാട് ഭക്തി ടൈപ്പ് ടോക്കാണ് ഫീൽ ചെയ്യാറ്. എനിക്കധികം ഭക്തി ടൈപ്പ് അത്ര ഇഷ്ടമല്ല. കാരണം റിലീജിയസ് അല്ല, ഞാൻ സ്പിരിച്വലാണ്. എല്ലാം നല്ലത് അവർ ഓവറായിട്ട് അതിലേക്ക് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വന്നിട്ട് അവർ അങ്ങനത്തെ ലോകത്ത് അവർ കുറച്ച് എനർജി, കുറച്ച് വിസ്റ്റം കിട്ടുമ്പോഴേക്കും അവർ ഭയങ്കര എന്താ പറയുക, ഹീലറായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എനർജി. എനിക്ക് ഇന്നലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു പേഴ്സൺ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആളെ. കാരണം അവർ പറയുന്നത് അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്വിൻ ഫ്ലെയിം. അവർ 2 പേരും വന്നതുകൊണ്ടാണ് ഈ ഭൂമിയിലെ പല കാര്യങ്ങളും പല ആൾക്കാരും കൂടി മുട്ടുന്നത്. ലൈക്ക് ദൈവങ്ങളെക്കാളും മുകളിലത്തെ സ്ഥാനമാണ് ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് അഹന്തയാണ്, ഈഗോ ആണ്. ചെറുതായിട്ടൊരു വിസ്റ്റം കിട്ടുമ്പോഴേക്കും എനിക്കെല്ലാം അറിയാമെന്നുള്ള അഹന്ത, അത് തെറ്റാണ്. മെട്രിക്സിലേക്കാണ് കൊണ്ടുപോവുക. പക്ഷെ അവർക്കത് തിരുത്താൻ പറ്റാത്തത് കൊണ്ട് അവർ അങ്ങനെ തന്നെ ഞാൻ ലീവ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പറയാറുണ്ട് 7 ഓഫ് കപ്സ് ചെറുതായിട്ട് അറിവ് കിട്ടുമ്പോഴേക്കും ഈഗോ, സ്പിരിച്വൽ ഈഗോ ഒട്ടും നല്ലതല്ല. സ്പിരിച്വൽ ഈഗോ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നമ്മളുടെ ലൈഫിൽ ഇടിവുകൾ തന്ന് നമ്മളെ തളർത്തിയിടും. കാരണം നിനക്ക് ഈഗോ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിസ്ഡം തന്നത്, അല്ലാതെ ഈഗോ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. അതാണ് ഇവിടെ കണ്ടോ, പാമ്പുണ്ട്. ഈ പാമ്പ് എന്തിനാ ഇത്രയും സ്വർണ്ണങ്ങൾ കിട്ടുമ്പോൾ ഒരു കൊത്ത് കിട്ടാനും ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ മായാലോകത്ത് പെടാതിരിക്കുക. മായ മീൻസ് നമുക്ക് മറ്റേ സ്റ്റോറി അറിയുന്ന രാമായണം സ്റ്റോറിയിൽ സീതയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനിൻ്റെ രൂപത്തിൽ, മായാരൂപത്തിൽ വന്നതാണ് അല്ലേ. സീതയ്ക്ക് ഓൾറെഡി ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ടായിരുന്നു. ഓറ പ്രൊട്ടക്ഷനാണ്, അതിനപ്പുറം കടക്കരുത്, കടന്നു കഴിഞ്ഞാൽ ആ എനർജി നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറം കടക്കരുത്. അപ്പോൾ എന്താ ചെയ്തത്, സ്വർണ്ണ മാൻ എന്ന രീതിയിലാണെന്ന് തോന്നുന്നു, നല്ല ഭംഗിയുള്ള മാനിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ സീത പിന്നാലെ പോയി. അങ്ങനെയാണ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ മായയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡേഞ്ചറിലേക്ക് പോകും. അതാണ് ഈ ഒരു കളറ്, ബ്ലാക്ക് കളറും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് പേര്, ചെറിയ കുട്ടികളൊക്കെ ട്വിൻ ഫ്ലെയിം എന്ന മായയിൽ തെറ്റായിട്ടുള്ള അബ്യൂസീവ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലവരൊക്കെ കടന്ന് വന്ന് ലൈഫ് ഹീൽ ചെയ്യുന്നത്, ചിലവർ ഇപ്പോഴും കടക്കാതെ ആ ബ്രിഡ്ജിൽ നിന്ന് ലൈഫ് റൂയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ചെയ്തത്. ഡെത്ത് കാർഡാണ്. ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസ് വരുന്നുണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ കൂടെയുള്ള ആളുടെ അല്ലെങ്കിൽ ടവർ മൊമെൻ്റ് ആണ് ബേസിക് ലൈക്ക് ബോട്ടം കാണിക്കുന്നത്. ഡെത്ത് മീൻസ് ശരിക്കും ഡെത്ത് കാർഡ്, എനിക്ക് ചിലവർക്ക് ഡെത്ത് കാർഡ് ഭയങ്കര പേടിയാണ്. മനുഷ്യർക്ക് ഞാൻ മരിക്കുമോ എന്നൊക്കെ ചോദിക്കും. ഒരിക്കലും നിങ്ങൾ മരിക്കുമെന്നല്ല. നിങ്ങൾക്ക് വേണ്ടാത്തത് അല്ലെങ്കിൽ യൂണിവേഴ്സിന് വേണ്ടാത്ത നിങ്ങളുടെ ഒരുപാട് കൊല്ലങ്ങളുടെ അല്ലെങ്കിൽ ഓരോ ലൈഫിലത്തെ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സൈഡുകളുണ്ട്. ഒട്ടും ഭൂമിക്കും നല്ലതല്ലാത്ത, നിങ്ങൾക്കും നല്ലതല്ലാത്ത, നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്ന് പറയുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രോമ നിങ്ങൾ ഡൗൺ ആക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി നിങ്ങൾ പ്യുവർ ഒതൻറ്റിക് ഒരു ഡിവൈൻ സെൽഫിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡെത്ത് കാർഡ്. ഒരുപാട് ചേഞ്ചസ്, ത്രോട്ട് ചക്ര, അതുപോലെ ഹാർട്ട് ചക്ര, ഇതൊക്കെയാണ് ഓപ്പൺ ആക്കി തരുന്നത്. ഹാർട്ട് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല, ഒരാളെ സ്നേഹിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് ലവ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരുപാട് നമ്മൾ തന്നെ ഒരു ബോർഡം ലൈഫിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം എപ്പോഴാണ് ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് ചേഞ്ചസ് വരിക. ഓക്കെ, ഡെത്ത് കാർഡൊക്കെ വരുമ്പോൾ സ്കോർപിയോ സൈൻസ് ഒക്കെ നമുക്ക് പറയാം കേട്ടോ. സ്കോർപിയോ സൈൻസ്, സോഡിയക് സൈൻസ് ഉള്ള ആൾക്കാരായിരിക്കും ടോക്സിക് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. സ്കോർപിയോ സൈൻസിലവർ ഭയങ്കര റിവെഞ്ച്ഫുൾ ആയിരിക്കും. അവർക്ക് ഇച്ചിരി ഒന്ന് മറ്റുള്ളവർ ഉപദ്രവിക്കണം എന്നുള്ള ടൈപ്പാണ് അവർ. അതവരുടെ സോഡിയക് സൈൻ അങ്ങനെ തന്നെയാണ്. കാരണം സ്കോർപിയോ എന്താ തേള ഇങ്ങനെ എപ്പോഴും പോയിസൺ ഉണ്ട് അല്ലേ. നമ്മളെ വന്നൊന്ന് ഇറുക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പോയിസൺ കയറി മരണപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് അങ്ങനെ ഒരു കഥയുണ്ട്, കുഞ്ഞിക്കഥ. ഒരു ഉറുമ്പും തേളും കൂടിയിട്ട്, ഉറുമ്പൻ ഞാൻ തോന്നുന്നു മീൻസ് പാലം കിടക്കുകയാണ്. അപ്പോൾ ആ ഇലയിൽ ഉറുമ്പും ഉണ്ട് തേളും ഉണ്ട്. അപ്പോൾ തേള് ചോദിക്കുന്നുണ്ട്
നിന്നെ അങ്ങോട്ട് കടത്താൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ നീ എന്നെ ഉപദ്രവിക്കരുത്. പറഞ്ഞു ഇല്ല ഞാൻ ഒന്നും ചെയ്യില്ല പറഞ്ഞു. അങ്ങനെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തേളൊരു കുത്തി. അപ്പോൾ ചോദിച്ചു, നിന്നോട് ഞാൻ ചോദിച്ചില്ലേ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ, പകരം നീ എന്നെ ഉപദ്രവിക്കില്ല എന്നല്ലേ പറഞ്ഞത്? ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ തേളാണ്, എനിക്ക് കുത്താനേ അറിയുള്ളൂ. ദാറ്റ്സ് എ ക്യാരക്ടർ. അതവരെ പറയാൻ പറ്റില്ല, കാരണം അവരുടെ ക്യാരക്ടറിൽ അവർക്ക് അവരുടെ പ്രൊട്ടക്ഷനാണ് ഈ വിഷം കുത്തി എന്നുള്ളത്, അല്ലെങ്കിൽ ഇറുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. സ്കോപ്പിയോ സയൻസ്, അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണറുടെ സ്കോപ്പിയോ സയൻസ് ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക. ഈ മിക്ക സൈക്കോ കില്ലേഴ്സിൻ്റെയും സോഡിയാക് സയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കോപ്പിയോ ആണ്. അപ്പോൾ ഞാൻ ആസ്ട്രോളജി കുറച്ച് പഠിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടല്ല, ഒരു ലെവൽ 1 വരെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കോപ്പിയോ സയൻസ് മിക്ക സൈക്കോ കില്ലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്കോപ്പിയോ അങ്ങനത്തെ സയൻസ് ആണ് കൂടുതലും വരിക. അവർക്കാണ് ഈ റിവെഞ്ചഫുൾ. അവർക്ക് ചെറുതായിട്ട് ആരെങ്കിലും അവരെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അതാണ് ഈ ഒരു കൊല്ലാനുള്ള പ്രേരണ അവർക്ക് വരും. ആസിഡ് അറ്റാക്ക്, പിന്നെ മീൻസ് പച്ചയ്ക്ക് കത്തിക്കുക എന്നൊക്കെ കണ്ടിട്ടില്ല ന്യൂസസ്. അതൊക്കെ ഇവർക്ക് ഭയങ്കര റിവെഞ്ചഫുള്ളാണ് സോഡിയാക് സൈൻ വെച്ചിട്ട്, മനസ്സിലായോ? എന്തെങ്കിലും എല്ലാവരും അങ്ങനെ എന്നല്ല. ഓക്കെ, പിന്നെ അതുപോലെ ഡെത്ത് എന്ന് പറഞ്ഞ മെസ്സഞ്ചറാണ് അല്ലേ, യമദേവനെയാണ് ഇതിൽ കാണിക്കുന്നത്. അത് നമുക്ക് എന്തൊക്കെയും റീബർത്ത്, എൻഡിങ്സ് ആൻഡ് ന്യൂ ബിഗിനിങ്സ് എന്ന്. ഇപ്പോൾ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്നില്ല, എൻഡിങ് ആണെങ്കിൽ പോലും ഒരു ന്യൂ ബിഗിനിങ്സ്. നിങ്ങളുടെ സോള് നെക്സ്റ്റ് ലൈഫിലേക്ക്, നെക്സ്റ്റ് ബോഡി ചൂസ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. പ്യൂരിറ്റി കാണിക്കുന്നുണ്ട് അതിൽ, നിങ്ങളുടെ ആ ഒരു പ്യുവർ സോളിനെയാണ് പറയുന്നത്. റീബർത്തിനെയാണ് പറയുന്നത്. അപ്പോൾ റീബർത്ത് നല്ലതായിരിക്കും. പിന്നെ ഒന്നിലും നിങ്ങൾ ക്ലിങ് ചെയ്യരുത്, അറ്റാച്ച്മെൻറ്റ് പാടില്ല, ഡിറ്റാച്ച്ഡ് ആയിരിക്കണം എന്ന് പറയുന്നു. സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനൊക്കെയാണ് മെയിനായിട്ട് ഇത് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് അപ്ഹീൽ, എന്താണ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത്? പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത്. എൻ്റെ ലൈഫിൽ പെട്ടെന്നാണ് ചേഞ്ചസ് വന്നത്, ഒരുപാട് ചേഞ്ചസ് വന്നു. അതിലാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ വന്നു. അങ്ങനെയാണ് സ്പിരിച്വൽ അവേക്കനിങ് ആണെന്ന് മനസ്സിലായതും അങ്ങനത്തെ കുറേ സ്റ്റേജസും സോൾ പർപ്പസിലൊക്കെ എത്തിയത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് മീൻസ് ഇല്ല, ഈ ഒരു മായ പോലെ തന്നെയാണ് ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസും. ഈ ഒരു പേഴ്സൻ്റെ കണ്ണ് ആ പെൻറ്റക്കിളിൽ മാത്രമാണ്. ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ ഒന്നിന് മാത്രം, ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് വേയിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ ഡേഞ്ചർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഈ ഒരു കാലത്ത്. ബിക്കോസ് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വൈബുകളുള്ള കാലമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണ് ശരിക്കും 4 സൈഡിൽ വേണമെന്നാ പറയാം. എവിടെ നിന്നാണ് അപ്പോൾ നടന്നു പോകുമ്പോൾ ഒരുപാട് പേര് കള്ളന്മാർ ഒരുപാട് കൂടിയേക്കാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മളെപ്പോഴും സേഫായിട്ടും നമ്മളെപ്പോഴും ചുറ്റും നമ്മൾക്ക് എപ്പോഴും തലയോടിച്ച് പോകണമെന്ന് പറയും. അതുപോലെ ഈ പേഴ്സൺ അങ്ങനെ ചെയ്യുന്നില്ല. പേജ് ഈ പെൻറ്റക്കിൾസിൽ മാത്രമാണ് അവൻ്റെ കണ്ണ്. അങ്ങനെ ആവരുത്. പൈസ എന്നുള്ള മാത്രം ചിന്ത വരരുത്. എല്ലാത്തിലേക്കും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ബാലൻസ് വേണം. ആൻഡ് ഓൾസോ ഫിനാൻഷ്യൽ ഗെയിൻ വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ഗെയിനിലും ചെറുതായിട്ട് നിങ്ങളൊന്ന് പതറിപ്പിക്കാനുള്ള ഡിവൈൻ ടെസ്റ്റും കൂടി വരാനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി നിങ്ങൾക്കൊരു പൈസ കിട്ടുമ്പോൾ ചിലപ്പോൾ ആ പൈസ കള്ളന്മാർ കട്ടുകൊണ്ടുപോകാനോ അല്ലെങ്കിൽ ചീറ്റിങ് കിട്ടാനോ അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ബാങ്കിലേക്ക് കുറേ എന്താ പറയുക സേവിങ്സ് ഇടുന്നവരും ശ്രദ്ധിക്കുക. ചിലപ്പോൾ അങ്ങനെ ഫ്രോസൺ ആയിട്ട് സിറ്റുവേഷൻസും പറയാറുണ്ട്. പൈസ ഉണ്ടായിട്ടും എടുക്കാൻ പറ്റാത്ത രീതിയിൽ കേസസ് പറയാറുണ്ട്. അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യും. നിങ്ങൾ ബാങ്കിൽ പൈസ ഇടുമ്പോഴും വാങ്ങുമ്പോൾ താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാത്തവരൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ പോകാൻ ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ. നന്ദിയുള്ളവരെ പെട്ടെന്ന് അതിൽ നിന്ന് യൂണിവേഴ്സ് ഒരു ഹുക്കെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ദൈവത്തിൻ്റെ രൂപത്തിൽ തന്നെ വരണമെന്നില്ല. പല ആളുകളുടെ വേഷത്തിലാണ്. ഒരു കുഞ്ഞു സ്റ്റോറി ഉണ്ട്. ഒരാൾ ദൈവത്തിൻ്റെ വലിയ ഭക്തനായിരുന്നു. പക്ഷേ അപ്പോൾ സുനാമി വരുന്ന സമയത്ത് ഇവർ ദൈവമേ ഞാൻ നിൻ്റെ ഭക്തനല്ല എന്ന് നീ എന്നെ രക്ഷിക്കില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരാൾ വന്നിട്ട് ഒരു വായ കയറും എൻ്റെ വണ്ടിയിൽ കയറിക്കും നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ലില്ല ദൈവം വരും ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കയറിയില്ല. പിന്നെയും ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ രക്ഷിക്കില്ലേ, ഞാൻ ഇതിൽ പെട്ടു പോവുക, ഞാൻ നിന്നെ അത്ര വലിയ ഭക്തനാണ്. അപ്പോൾ വേറൊരാൾ വന്നു ഹെലികോപ്റ്ററിലായിട്ട് നിങ്ങൾ വായ ഇതിൽ കയറൂ കാരണം നിന്നെ ഞാൻ രക്ഷിക്കാം. അങ്ങനെ യൂണിവേഴ്സ് പല 4-5 വേഷങ്ങളിൽ വന്നിട്ട് ഇങ്ങേര് പോയില്ല. ദൈവം തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങേര് ആ ഒരു സുനാമിയിൽ മരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് ചോദിച്ചു ദൈവമേ ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താ വരാറുണ്ട്? അപ്പോൾ ഡിവൈൻ പറഞ്ഞു ഞാൻ ഡയറക്റ്റ് എനിക്ക് വരാൻ സാധിക്കില്ല, ഞാൻ പല രൂപങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നു പക്ഷെ നീ അത് കേട്ടില്ല. ഇതുപോലെ നിങ്ങൾക്ക് പല ചാനലിലൂടെയോ പല ആളുകളിലൂടെയൊക്കെ മെസ്സേജസ് എത്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിനെ പഠിച്ചായിരിക്കാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് കുറയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു മാജിക് പ്രാക്ടീസസ് ഇതൊക്കെ മുന്നേ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, പക്ഷെ എന്തുകൊണ്ടാണ് അപ്പം ഇടാൻ തോന്നാറുന്നത്
അതാണ് ഒരു സമയത്ത് തോന്നുന്നത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ചിലവർക്ക് ആവശ്യം ഉണ്ടായിരിക്കും. വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ അവർ പറയും, ഒരുപാട് നന്ദി പറയാറുണ്ട്, അവർ മെസ്സേജ് ചെയ്യാറുണ്ട്, ചേച്ചി എത്രയും സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത് കാണുന്നത്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇന്നർ പീസ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാക്ടീസ് എൻ്റെ ചാനൽ മാത്രമല്ല, ഓരോ ചാനൽസും ഇടുന്ന ഓരോ വീഡിയോസും മെഡിറ്റേഷൻസ്, ഇത് കൂടുതലും നിങ്ങൾ മെഡിറ്റേഷൻസും കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് ഹീൽ ചെയ്യുക. കാരണം ടവർ മൂവ്മെൻറ്റ്സ് ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു കാർഡിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ഡിവൈൻ ടെസ്റ്റ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടും ആണ്. അതിലാണ് ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഫിനാൻസ്. ഈ രണ്ട് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഹെൽത്ത് കണ്ടീഷൻസ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ടവർ ഇതൊക്കെ കാണിക്കുന്നു നിങ്ങൾക്ക് തേർഡ് പാർട്ടി എനർജി വെച്ചിട്ടും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കേസിലാണ് യൂണിവേഴ്സ് നിങ്ങൾ ഡിവൈൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി ഹീൽ. കാരണം ഫസ്റ്റ് കാർഡിൻ്റെ എന്താ റീകൺസിലേഷൻസ് ആൻഡ് റീയൂണിയൻ്റെ കാർഡാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 11 11 11 കാണുന്നു, അതുപോലെ 333 12 12 പോർട്ടൽ 12ൻ്റെ നമ്പർ ഉണ്ട്, അതുപോലെ 7 13 ഇതൊക്കെ യൂണിവേഴ്സ് നമ്പർ തന്നെയാണ്. 13 മീൻസ് ഫോർ ഡെത്ത്. ഹാർട്ട് ചക്ര നന്നായിട്ട് ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യൂ. ഹാർട്ട് ചക്ര ഹാർട്ടിൽ വെച്ചിട്ട് ബീച്ച് മന്ത്രം ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ഹീലിങ്സ് വരും. റേക്കി പഠിച്ചവർക്കൊക്കെ അറിയാം, ആ എനർജി വെച്ചിട്ട് ഹീൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒന്ന് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് തരുന്ന ഡിവൈൻ ടെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ഡിവൈൻ ടെസ്റ്റിന് സ്വീകരിക്കുക, കുറ്റം പറയാതിരിക്കുക. ഡിവൈന് നമ്മുടെ കർമ്മക്കണക്ക് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്താണ്. ഡിവൈന് അവിടെ പ്രത്യേകിച്ച് റോളില്ല കേട്ടോ. ഡിവൈനോട് സറണ്ടർ ചെയ്യുമ്പോൾ ആ ഒരു തീവ്രത കുറച്ച് തരാൻ സഹായിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേസ് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് ഡിവൈൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിവൈന് ഡയറക്റ്റ് വന്ന് പറയാൻ പറ്റില്ല. ചിലവർക്ക് ഡയറക്റ്റ് കിട്ടുന്നതുണ്ട് അവർ തേർഡ് ഐ ഓപ്പൺ ആവുന്ന സമയത്ത്. അല്ലാത്തവർക്ക് ഇങ്ങനെ വീഡിയോസും ചാനൽസും വഴിയൊക്കെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങളിതൊന്ന് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ നിങ്ങൾ പറയുന്ന പ്രാക്ടീസസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ പിടിച്ച് വെച്ച് ഞാൻ മാറില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് മാറാനുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ എന്നുണ്ടെങ്കിൽ മാറിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഡിലേ വരും. ഡിവൈൻ്റെ ഇൻ്റർവെൻഷൻസ് വരുമ്പോൾ വളരെ രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ഡെത്ത് വരെ സംഭവിപ്പിക്കും. കാരണം നിങ്ങളെ അവിടുന്ന് മാറ്റണമെങ്കിൽ അങ്ങനെ പല ക്രൂക്കഡ് വേസും യൂണിവേഴ്സ് യൂസ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഈ മായാലോകത്ത് നിന്ന് കടക്കാൻ ശ്രമിക്കും. മായാലോകത്ത് നിന്നിട്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഒരുപാട് ഇങ്ങനെ മോഹം കൂടും എന്നല്ലാതെ നന്ദി ഉണ്ടാവില്ല. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻ ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും നിങ്ങൾ തന്നെയാണ് അതറിയേണ്ടത്. എന്നിട്ടും നിങ്ങൾക്ക് വല്ലാത്തൊരു കൈൻഡ് ഓഫ് കണക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നു, പക്ഷെ എന്താണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻ നിങ്ങൾക്ക് വരാം. അത് പെയ്ഡ് റീഡിംഗ് ആണ്. 2 പേരുടെ എനർജി എനിക്ക് പെയ്ഡ് ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ ടാപ്പ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഒരുപാട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ഹീലിങ്സ്, ഡിസ്റ്റൻസ് ഹീലിംഗ്, സബ് കോൺഷ്യസ് ഹീലിംഗ്, ഇതിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ടാരോ കോഴ്സും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. റെക്കോർഡ് സെഷൻസ് ആണ്. ടെലഗ്രാമിലാണ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. സോ താങ്ക് യു.